അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 ആണ് കേട്ടോ. ഓക്കെ, മീഡിയവൽ വേൾഡ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. മീഡിയവൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? മധ്യകാലഘട്ടം, മധ്യകാല ലോകം എന്നുള്ളതാണ്. മധ്യകാലം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? മധ്യല്ലേ, മദ്യം. മദ്യം എന്ന് വെച്ചാൽ എന്താ? നടുക്ക്. ഓക്കെ, ആ മദ്യം. അപ്പോൾ മധ്യകാലഘട്ടം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മധ്യകാല ലോകം എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ പവർ എന്നിട്ടാ ശക്തി, ശക്തിയുടെ കേന്ദ്രം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ദ മിഡിൽ ഏജ് വാസ് എൻ എറ ഓഫ് ദി ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ വേൾഡ് വൈഡ്. അപ്പോൾ ലോകം മുഴുവനായിട്ട് ഒരുപാട് തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സമയമാണ് മിഡിൽ ഏജ് എന്ന് പറയുന്നത്. ദി എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, എക്കണോമിക് എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വെച്ചാൽ ചേഞ്ച് കേട്ടോ ഉണ്ടായിട്ടുണ്ട്. ബ്രോഡ് ബൈ ദി മീഡിയവൽ ലൈഫ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വേർ ദ കോസസ് ഓഫ് ദി റവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ 16th century. അപ്പോൾ ഇവിടെ ഒരു ഡയലോഗ് കൊടുത്തിട്ടുള്ളതാണ്. J.D. ബെർണലിൻ്റെ സയൻസ് ഇൻ ഹിസ്റ്ററിയിലത്തെ വോളിയം 1 ഒരു ഡയലോഗാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഡയലോഗുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ എബോവ്. അപ്പോൾ മേലെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വാട്ട് ഡസ് ഇറ്റ് റെഫർ ടു, എന്താണ് അതിൽ പറയുന്നത്? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദി മീഡിയവൽ വേൾഡ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മധ്യകാല ലോകത്തിൻ്റെ പ്രത്യേകതകളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് മധ്യകാല ലോകം എന്ന് പഠിക്കാം. ദ പീരീഡ് ബിറ്റ്വീൻ ദ 5th and the 15th centuries, എന്താണ്? 5ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? മീഡിയവൽ വേൾഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത്. സെഞ്ച്വറീസ് CE നോൺ ആസ് ദി 15th centuries CE. ഇതെങ്ങനെയാണ് കേട്ടോ? CE എന്നുള്ളത് സെപ്പറേറ്റ് അല്ല, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ശരിക്കും ഫുൾ സ്റ്റോപ്പ് ഇല്ല, ശരിക്കും ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്, റോങ് ആണ്. എന്താ പറയുക? ദ പീരീഡ് ബിറ്റ്വീൻ 5th and 15th century CE ഈസ് നോൺ ആസ് ദി മീഡിയവൽ പീരീഡ്. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുള്ള ഞാൻ കണ്ടിരുന്നു, ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ CE എന്നുള്ളത് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല, അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഓക്കെ, ബട്ട് ദ ടേം മീഡിയവൽ പീരീഡ് ഡസ് നോട്ട് റെഫർ ടു ദ സെയിം പീരീഡ് ഓൾ ഓവർ ദ വേൾഡ്. നമ്മൾ പറഞ്ഞു മധ്യകാലഘട്ടം എപ്പോഴാണെന്നാ പറഞ്ഞത്? ഏത് നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെ? 15ാം നൂറ്റാണ്ട്. 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയല്ല എന്നാ പറയുന്നത്. എല്ലായിടത്തും ഒരുപോലെയല്ല, ചേഞ്ചസ് ഉണ്ട്. പല സ്ഥലത്തും പല സമയത്താണ് ഈ ഒരു മധ്യകാലഘട്ടം ഉള്ളത്. ഈവൻ ദോ ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദി മീഡിയൽ വേൾഡ് വാസ് സിമിലർ, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സ്ട്രക്ചറും രാഷ്ട്രീയ ഘടനയൊക്കെ സെയിം ആണെങ്കിൽ കൂടി, അതായത് ഭരണവും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണെങ്കിൽ കൂടിയിട്ട് ഒരുപാട് തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. എവിടെയൊക്കെ ഉണ്ടായിരുന്നു? യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. ഇതൊക്കെ എന്തുട്ടാ? രാജ്യങ്ങളാണോ? രാജ്യങ്ങളല്ലല്ലോ. യൂറോപ്പ് എന്തുട്ടാ? വൻകരകളല്ലേ? കോണ്ടിനെൻ്റ് ആണ് കേട്ടോ, വൻകരകളാണ്. അപ്പോൾ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക ഇതൊക്കെ വൻകരകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാലഘട്ടവും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇവിടുന്ന് മുതലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ്? ഈസ്റ്റേൺ ഏതാണ്? ഏത് റോമ? ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, കഥ മനസ്സിലാക്കി വയ്ക്കുക, സിമ്പിളാണ് കേട്ടോ. ദ റോമൻ എംപയർ വാസ് ദി ലാർജസ്റ്റ് ആൻഷ്യൻ എംപയർ, അതായത് പുരാതന കാലഘട്ടം മുതലുള്ള ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സ്ഥലമല്ലേ? വലിയ സ്ഥലമാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭരണകാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, അഡ്മിനിസ്ട്രേഷൻ എന്തിനാണ്? ഭരണം നല്ല രീതിയിൽ നടത്താനായിട്ട് അന്നത്തെ ചക്രവർത്തിയായിരുന്ന ദ റോമൻ എംപറർ എന്ന് വെച്ചാൽ എന്താണ്? ചക്രവർത്തി കേട്ടോ. എംപയർ എന്തുട്ടാ? സാമ്രാജ്യം. ഓക്കെ, അപ്പോൾ അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യൻ എന്നാണ് പേര്. അദ്ദേഹം എന്ത് ചെയ്തു? റോമ സാമ്രാജ്യത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏത് നൂറ്റാണ്ടിലാണ്? 4th century. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടി നോക്കിയേ, റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആൻഷ്യൻ്റ് ആയിട്ടുള്ള പുരാതനമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിറവേറ്റാനായിട്ട് അന്നത്തെ റോമ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി എന്ത് ചെയ്തു? റോമ സാമ്രാജ്യത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏത് കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞേ? 4th century CE. Thus there emerged, അങ്ങനെ എന്തുണ്ടായി? 2 റോമൻ എംപയേഴ്സ് ഉണ്ടായി, 2 റോമ സാമ്രാജ്യങ്ങളുണ്ടായി. ഒന്നാമത്തേതാണ് ദ വെസ്റ്റേൺ റോമൻ എംപയർ. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? റോമാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, വെസ്റ്റേണിൻ്റെത് റോമും ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്തായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. മനസ്സിലായോ? ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ മുന്നറിയപ്പെട്ടിരുന്നത് ബൈസാന്റിയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റോമൻ എംപയറിനെ അറിയപ്പെട്ടിരുന്നത് എന്നാണ് ബൈസാന്റിയൻ എംപയർ എന്നാണ്. മനസ്സിലായോ? എന്ത് മനസ്സിലായി?
പറഞ്ഞേ, ആദ്യം പറഞ്ഞേ. ആ വൈ, എന്തിനാ, എന്തുകൊണ്ടാ? ആ, വലിയ സ്ഥലമായതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട്. ഓക്കെ. ആ ഓക്കെ. അപ്പോൾ എന്താണ്, രണ്ടെണ്ണം ഉണ്ടായി. അതൊക്കെയായിരുന്നു വെസ്റ്റേൺ റോമൻ എംപയർ, അതിൻ്റെ ക്യാപിറ്റൽ എന്തായിരുന്നു? റോമും. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ എന്തായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന് മുന്നത്തെ പേരെന്തുട്ടാ? ബൈസാന്റിയം. അതുകൊണ്ട് ഈസ്റ്റേൺ റോമൻ എംപയറിനെ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ബൈസാന്റൈൻ എംപയർ എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. മനസ്സിലായോ? ഓക്കെ. അടുത്ത് പറയുന്നത് ജസ്റ്റീനിയൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഡയലോഗ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫോർഗെറ്റ് ദ വാർസ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലോസ്. അതായത് ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങളെക്കുറിച്ച് മറന്നു കഴിഞ്ഞാലും ജസ്റ്റീനിയൻ്റെ നിയമസംഹിതനെ കുറിച്ചിട്ട് മറക്കില്ല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? വിൽ ഡ്യൂറൻ എന്ന് പറയുന്ന ഒരു ആൾ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പോൾ ദ ഒബ്സർവേഷൻ ഓഫ് വിൽ ഡ്യൂറൻ അബൌട്ട് ജസ്റ്റീനിയൻ ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ജസ്റ്റീനിയൻ ആരായിരുന്നു? ഫേമസ് ആയിട്ടുള്ള ഈസ്റ്റേൺ റോമൻ എംപറർ ആയിരുന്നു കേട്ടോ. ഈസ്റ്റേൺ എന്ന് വെച്ചാൽ കിഴക്ക്. ഓക്കെ. ഈസ്റ്റേൺ റോമൻ എംപറർ ആയിരുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ആരാണ് ജസ്റ്റീനിയൻ? ജസ്റ്റീനിയൻ വാസ് എ ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപറർ. എംപറർ എന്ന് വെച്ചാൽ ചക്രവർത്തി. രാജാവ് കിങ് ആണ്, എംപറർ ചക്രവർത്തി. മനസ്സിലായോ? ഓക്കെ. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ, അതായത് ജസ്റ്റീനിയൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ? സംഭാവന. ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് നിയമസംഹിതയാണ്. ഓക്കെ. ജസ്റ്റീനിയൻ എന്തായിരുന്നു? ഇസ് ദ കോഡിഫിക്കേഷൻ ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. അതായത് അവിടെ നിലനിന്നിരുന്ന എല്ലാ നിയമങ്ങളും ക്രോഡീകരിക്കാൻ മീൻസ് കോഡിഫൈ ചെയ്യുക, എല്ലാം കൂടിയിട്ട് അതേ പരീക്ഷയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നോക്കിയേ, ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഈസ് ദ കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. എക്സിസ്റ്റൻസ് എന്ന് അറിയോ? അവിടെ നിലനിന്നിരുന്ന എല്ലാ നിയമങ്ങളും കൂട്ടിച്ചേർത്തിട്ട് എന്തുണ്ടാക്കിയ ആൾ? ഒരു കോഡ് ഓഫ് ലോ ഉണ്ടാക്കി, ഒരു നിയമസംഹിത ഉണ്ടാക്കി. അതിൻ്റെ പേരെന്താണ്? കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ജസ്റ്റീനിയൻ്റെ കോഡ് ഈസ് ബേസ്ഡ് ഓൺ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആ പ്രിൻസിപ്പിൾ ഉണ്ട്. 3 പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായോ? റീസണിങ് എന്തുട്ടാ? റീസണിങ് എന്തുട്ടാ? കാരണമാണോ? പറയടാ, നിനക്കെല്ലാം എക്സാം നീ എല്ലാം മലയാളത്തിൽ ഇത്ര നേരം പറഞ്ഞിരുന്നേ. എന്തുട്ടാ റീസണിങ്? എന്തുട്ടാ റീസണിങ് ആണ് നിയമസംഹിത അല്ല, കോഡ് ഓഫ് ലോ ആണ് നിയമസംഹിത. റീസണിങ് എന്തുട്ടാ? ജസ്റ്റിസ് എന്തുട്ടാ? യെസ്. അപ്പോൾ നോക്കിയേ, റീസണിങ് എന്ന് പറഞ്ഞാൽ യുക്തി എന്നർത്ഥം. ഓക്കെ, യുക്തി, എന്തുകൊണ്ട് അങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ല, അതിനാണ് യുക്തി എന്ന് പറയുന്നത്. ജസ്റ്റിസ് എന്താന്ന് പറഞ്ഞു? നീതി. ജസ്റ്റിസ്, നീതി കിട്ടണം എന്ന് പറയില്ലേ, ജസ്റ്റിസ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമരം ചെയ്യില്ലേ, നീതി. അത് ജനറോസിറ്റി എന്നിട്ടാ ഔദാര്യം. ഓക്കെ, ജനറോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔദാര്യം. ഇതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് രാഷ്ട്രങ്ങൾ അഡോപ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടാ എടുത്തിട്ടുണ്ട് ഇറ്റ് ഫോർ ഫ്രെയിമിങ് ദെയർ ലോസ്, അതായത് അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ നിയമസംഹിതയാണ് എടുത്തിട്ടില്ല. ആരുടെ നിയമസംഹിത എടുത്തു? ജസ്റ്റീനിയൻ്റെ. അപ്പോൾ ജസ്റ്റീനിയൻസ് കോഡ് ഓൾസോ സെർവ്ഡ് ആസ് ദി ബേസ് ഫോർ ദി കോഡ് ഓഫ് ലോ ഓഫ് ദി ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ. അതായത് നെപ്പോളിയൻ എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസ് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ചക്രവർത്തിയും എന്ത് ചെയ്തു? ഫ്രാൻസിലത്തെ നിയമസംഹിത ഉണ്ടാക്കാനായിട്ട് ആരുടെ നിയമം എടുത്തത്? ജസ്റ്റീനിയൻ്റെ കോഡ് ഓഫ് ലോയിൽ നിന്നുള്ള നിയമങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നാണ് ആ നിയമസംഹിതയുടെ പേര് കേട്ടോ. ഓക്കെ, അതിൽ 3 ഭാഗങ്ങളുണ്ട്. നോക്കിയേ, ദ കോഡിൽ എന്താണെന്ന് നോക്കിയേ, ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവെയിൽഡ് ഇൻ ദ റോമൻ എംപയർ. റോമ സാമ്രാജ്യത്തിലുള്ള എല്ലാ നിയമങ്ങളെയും കുറിച്ചിട്ട് അതിലെന്തുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ദ ഡൈജസ്റ്റ് ഉണ്ട്, ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദി ഒപ്പീനിയൻസ് ഓഫ് ദി ജൂറിസ് റിഗാർഡിംഗ് ദ ലോസ്. ആ നിയമങ്ങളെ കുറിച്ചിട്ട് നിയമപാലകർക്കുള്ള അഭിപ്രായങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ, അതെന്താണ്? സ്മോൾ ബുക്ക് ഇൻറ്റൻഡ് ഫോർ ദി സ്റ്റഡി ഓഫ് ലോ. നിയമം പഠിക്കാനായിട്ടുള്ളൊരു ബുക്കാണ് എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത്, ദ റോമൻ എംപയർ ബിഗൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ മരിച്ചതിന് ശേഷം റോമാ സാമ്രാജ്യം, ഏത് റോമാ സാമ്രാജ്യം? ഈസ്റ്റേൺ റോമാ സാമ്രാജ്യം തകരാൻ തുടങ്ങി. ഓക്കെ,
ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഏതാ? ക്യാപിറ്റൽ ആണോ? കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ. ഇറ്റ് കൊളാപ്സ്ഡ് വിത്ത് ദി ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി ടർക്സ് ഇൻ ദി 15th century. തുർക്കികൾ വന്ന് കീഴടക്കി. എന്ത് കീഴടക്കി? കോൺസ്റ്റാന്റിനോപ്പിൾ ഒന്ന് ക്യാപ്ചർ ചെയ്തു, പിടിച്ചെടുത്തു. ഓക്കെ. അപ്പോഴാണ് നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ ശരിക്കും തകരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. മനസ്സിലായോ? കിട്ടിയോ? ഏതാ? ആ ഇതുകൂടി പറയാം അല്ലേ? ദ ഹോളി റോമൻ എംപയർ. ഹോളി റോമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ റോമ സാമ്രാജ്യം എന്നാണ് പറയുന്നത് കേട്ടോ. ദ വെസ്റ്റേൺ റോമൻ എംപയർ. ഓക്കെ, വെസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താ ക്യാപിറ്റൽ? അല്ലടാ, റോം. ഓക്കെ, റോം ആയിരുന്നു വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ അല്ലേ? ഈസ്റ്റേൻ്റെ അല്ലേ കോൺസ്റ്റാന്റിനോപ്പിൾ? ഈസ്റ്റേൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് പറയുന്നത്. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ എന്തായിരുന്നു? റോം ആയിരുന്നു ക്യാപിറ്റൽ. അതെങ്ങനെയാണ് തകർന്നതെന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ഇൻവേഷൻസ് ഓഫ് ദി ജർമാനിക് ട്രൈബ്. ജർമാനിക് ട്രൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രവർഗ്ഗങ്ങളാണ് കേട്ടോ. കുറേ ഗോത്രവർഗ്ഗങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു റോമ സാമ്രാജ്യത്തിലേക്ക് വരികയും കീഴടക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? റോമ സാമ്രാജ്യത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് നാടോടികളായിട്ടുള്ള ഗോത്രവർഗ്ഗങ്ങളൊക്കെ വന്നിട്ട് കീഴടക്കി. ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളായിരുന്നു ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്. ഫ്രാങ്ക്സ്. ഓക്കെ അവരെന്ത് ചെയ്തു? അവർ ഒരു ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. അപ്പോൾ ഏതാണ് ശരിക്കും ഫ്രാങ്കിഷ് എംപയർ എന്ന് പറയുന്നത്? ഏത് റോമാണ്? അത് പറയാനായിട്ടില്ല. എന്താ പേരുകളും പഠിച്ചിട്ടുള്ളത്? വെസ്റ്റേൺ റോമൻ എംപയർ കേട്ടോ. വെസ്റ്റേൺ റോമൻ എംപയറിന് എന്ത് പേരിട്ടവർ? ഫ്രാങ്കിഷ് എംപയർ എന്ന് പേരിട്ടു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രാങ്കിഷ് എംപയർ ആയിരുന്നു ആര്? ഷാളമീൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡൈനാസ്റ്റീസിൻ്റെ രാജവംശം. ഏത് രാജവംശമായിരുന്നു? ഏതായിരുന്നു? നിങ്ങൾ സമക്കെടുത്തല്ലേ പറയും. കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. ഓക്കെ, കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി കേട്ടോ. അത് ഒരു രാജവംശത്തിൻ്റെ പേരാണ് കരോലിഞ്ചിയൻ ഡൈനാസ്റ്റി. ദ എംപയർ ഓഫ് ഷാളമീൻ വാസ് ലാർജർ ദാൻ ദ ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ സാമ്രാജ്യത്തേക്കാൾ വലിയതായിരുന്നു ആരുടേത്? ഷാളമീൻ്റെ എംപയർ എന്ന് പറയുന്നത്. ഷാളമീൻ സേവ്ഡ് പോപ്പ് ലിയോ III. അതായത് ഷാളമീൻ ഒരിക്കലും എന്ത് ചെയ്തു? പോപ്പ് ലിയോ III രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചേ? ആളായിരുന്നു പോപ്പ് ലിയോ എന്ന് പറഞ്ഞാൽ? പോപ്പ് ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഹെഡ് ഓഫ് ദി കാത്തലിക് ചർച്ച്. ഓക്കെ, അതായത് ഒരു ക്രിസ്ത്യൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അയാളിനെ രക്ഷിച്ചു. എവിടുന്ന് രക്ഷിച്ചു? ഫ്രം ദി ട്രൈബൽ അറ്റാക്ക് ഓഫ് ലൊംബാർഡ്സ്. ലൊംബാർഡ്സ് പറയുന്ന ഒരു ടീമിന് ആരെ അറ്റാക്ക് ചെയ്യാൻ വന്നു? ഷാളമീൻ അല്ലടാ. പോപ്പ് ലിയോ III അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഷാളമീൻ പോയിട്ട് എന്ത് ചെയ്തു? പോപ്പ് ലിയോ III രക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം എന്ത് പറഞ്ഞു? എന്താ പറയുക, ബഹുമാന സൂചകമായിട്ട് പോപ്പ് ലിയോ എന്ത് ചെയ്തു? അദ്ദേഹത്തിനൊരു കിരീടം വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹോളി റോമൻ എംപററാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? ശരിക്കും എന്ത് എംപററാണ്? ഫ്രാങ്കിഷ് എംപറർ അല്ലേ? ഓക്കെ, ആ ഫ്രാങ്കിഷ് എന്ന് പറയുന്നത് ശരിക്കും എവിടുത്തെ രാജ്യമാണ് ഇപ്പോൾ ഫ്രാങ്ക് ആക്കിയിട്ടുള്ളത്? വെസ്റ്റേൺ റോമൻ എംപയർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെ ആ ഒരു വെസ്റ്റേൺ റോമൻ എംപയർ, അതിൽ ഫ്രാങ്കിഷ് എംപയർ പിന്നീട് എന്തറിയപ്പെടാൻ തുടങ്ങി? ഹോളി റോമൻ എംപയർ എന്നറിയപ്പെടാൻ തുടങ്ങി. ഇനി അടുത്ത പറഞ്ഞു നോക്കിയാൽ ഷാളമീൻ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കോൺകറർ ആയിരുന്നു. കോൺകറർ എന്ന് വെച്ചാൽ കീഴടക്കുന്ന സ്ഥലങ്ങളൊക്കെ, രാജ്യങ്ങളൊക്കെ കീഴടക്കുന്ന ഒരാളായിരുന്നു. അതുമാത്രമല്ല നല്ല രീതിയിലുള്ളൊരു ഭരണാധികാരി കൂടിയായിരുന്നു. അദ്ദേഹം ഒരുപാട് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസൊക്കെ അല്ലെങ്കിൽ റീജിയൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിൽ കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ എംപയർ വളരെ വലുതാക്കി. എന്തിലൊക്കെയാണ്? പൊളിറ്റിക്കൽ അലയൻസ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും, പിന്നെ എന്താണ് മാട്രിമോണിയൽ റിലേഷൻസിലൂടെയാണ്, വിവാഹ ബന്ധങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വലുതാക്കി. പിന്നെ പറഞ്ഞത് ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. എന്തുകൊണ്ടുവന്നു? കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവന്നു. പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആരിനെ ഏൽപ്പിച്ചു? കൗണ്ടിനെ ഏൽപ്പിച്ചു. ഓക്കെ, പിന്നെ അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാനായിട്ട്, കറക്റ്റായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് അറിയാനായിട്ട്, ആര്? കൗണ്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുവന്നു. എന്താ പേര്? മിക്കി ഡൊമിനിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിനെ കൊണ്ടുവന്നു. പിന്നെ ദുരിതാശ്വാസ ഫണ്ടുകളൊക്കെ രൂപീകരിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. ആരുടെ നേതൃത്വത്തിലാണ്? ഷാളമീൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയ ആ സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനറിയപ്പെട്ടിരുന്നതാണ് കരോലിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറയുന്നത്.
മനസ്സിലായല്ലോ? അങ്ങനെ ഷാൾമീൻ മരിച്ചു. പിന്നെ ഫ്രാങ്കിഷ് എംപയർ എന്തായി? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷമാണ് കൊളാപ്സ് ആവുന്നത്, തകർന്നു പോയത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ബുക്ക് ഉണ്ടോ? ഈ ബുക്ക് ഉണ്ടോ? ഇതൊന്ന് വായിച്ചു നോക്കി, ഈ ഭാഗം.